नमस्ते। आज की कक्षा में सबका स्वागत। हम हिंदी साहित्य का इतिहास के बारे में बात कर रहे थे। उसके काल विभाजन के बारे में ही हम पढ़ाई कर रहे थे। നമ്മൾ പറഞ്ഞു ഹിന്ദി സാഹിത്യത്തില് കാൽ വിഭാജൻ കാലങ്ങളെ നാലായിട്ട് വിഭജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പെഹ്ലാ ഹെ आदिकाल या वीरगाथा काल, दूसरा है पूर्व मध्यकाल या भक्तिकाल, तीसरा है उत्तर मध्यकाल या रीतिकाल और चौथा है आधुनिक काल या गद्यकाल. നമ്മൾ ഇതില് ഏറ്റവും അവസാനത്തെ കാലത്തെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആധുനിക കാൽ എന്ന് പറയുമ്പോൾ 1900 മുതൽ നിലനിന്ന കാലഘട്ടം. പക്ഷെ കുറച്ച് വിദ്വാനോനി എന്ത് പറയുന്നു, 1850 മുതൽ ആധുനിക കാൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന കുറച്ച് വിദ്വാൻമാരുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആദ്യകാലം. നമുക്ക് നോക്കാം. 1900 മുതൽ ഇതുവരെ നിലനിൽക്കുന്ന കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്, ആധുനിക കാൽ എന്ന് പറയുന്നത്. അതായത് ആധുനിക കാൽ എന്താണ്, നമ്മുടെ ഹിന്ദി സാഹിത്യത്തിന്റെ ചതുർത്ഥ ചരണാണ്, നാലാമത്തെ കാലമാണ്, ചതുർത്ഥ ചരണാണ്. ഈ കാലഘട്ടത്തിൽ പദ് കെ സാത്ത് സാത്ത് ഗദ്യ, കഹാനി, സമാലോചന, നാടക്, യാത്രാ വൃത്താന്ത്, രേഖാ ചിത്ര വ പത്രകാരിത കാ ഭി വികാസ് ഹുവാ താ. പദ്യത്തിന് മാത്രമല്ല, അതിനൊപ്പം കഹാനി ആയാലും സമാലോചനയ്ക്കും നാടകം, യാത്രാ വിവരൺ, രേഖാചിത്ര ആദി കാ ഭി വികാസ് ഹുവാ ഹെ. आधुनिक काल में ज्यादातर रचनाएं खड़ी बोली भाषा में लिखी गई थी. इस काल में हिंदी साहित्य का चहुमुखी विकास हुआ है. ഈ കാലത്തിലാണ് ഹിന്ദി സാഹിത്യത്തിന്റെ ചഹുമുഖി വികാസ്, അതായത് ചാരോ മോർ സെ ഹിന്ദി സാഹിത്യ കാ വികാസ് ഹുവാ ഹെ. 4 ഭാഗത്തു നിന്നും ഹിന്ദി സാഹിത്യത്തിന് വികാസം പ്രാപിച്ച കാലഘട്ടമാണെന്നാണ് ആധുനിക കാലിനെ വിശേഷിപ്പിക്കുന്നത്. ഇസ് കാൽ में धर्म, दर्शन, कला एवं साहित्य सभी के प्रति नए दृष्टिकोण का आविर्भाव हुआ है. കലയ്ക്ക് മാത്രമല്ല, ഇതെന്താ, കലയ്ക്കും ധർമ്മം, ദർശൻ, അതുപോലെ തന്നെ സാഹിത്യം, ഇവയെല്ലാത്തിന്റെയും ദൃഷ്ടികോണിലും വളരെ ചേഞ്ചസ് വന്നിരുന്ന കാലമാണെന്നാണ് പറയുന്നത്. അപ്പോ ആധുനിക കാൽ 1900 മുതൽ ഇപ്പോ വരെ നിലനിൽക്കുന്ന കാലഘട്ടമാണ്. പദ്യത്തിനോടൊപ്പം ഗദ്യ, കഹാനി, സമാലോചന, നാടക്, യാത്രാവൃത്താന്ത്, രേഖാചിത്ര വ पत्रकारिता का भी विकास हुआ है. ज्यादातर रचनाएं खड़ी बोली भाषा में लिखी गई है. പിന്നെ ഹിന്ദി साहित्य का चहुमुखी विकास हुआ है. इस काल में धर्म, दर्शन, कला एवं साहित्य सभी के प्रति नए दृष्टिकोण का आविर्भाव भी हुआ था. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞിരുന്നു, നാംകരൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യകാലത്തിലെ ആയാലും ഭക്തികാലത്തിലെ ആയാലും പ്രീതികാലത്തിലെ ആയാലും നാംകരൺ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആധുനിക കാലിലെ നാംകരണം. ഗദ്യകാലം എന്ന്, ആധുനിക കാലത്തിനെ ഗദ്യകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞത് ആരാണ്? രാമചന്ദ്ര ശുക്ലയാണ് ഗദ്യകാലം എന്ന് പറഞ്ഞത്. വർത്തമാനകാലം എന്ന് പറഞ്ഞത് ആരാണ്? മിശ്രബിന്ദുവാണ് പറഞ്ഞത്. സാഹിത്യകാലം എന്ന് പറഞ്ഞത് ആരാണ്? പൃഥ്വിനാഥ് കമൽ കുൽശ്രേഷ്ഠ ആണ് സാഹിത്യകാൽ എന്ന് പറഞ്ഞത്. അതുപോലെ ആധുനിക കാലം എന്ന് പറഞ്ഞത് ഒരു 3 പേരുടെ പേര് ഞാനിവിടെ തന്നിരിക്കുന്നു. രാംകുമാർ വർമ്മ, ഗണപതി ചന്ദ്രഗുപ്ത, ഹസാരി പ്രസാദ് ദ്വിവേദി. നമുക്ക് ഇങ്ങനെ ചോദിക്കാം, പൃഥ്വിനാഥ് കമൽ കുൽശ്രേഷ്ഠ
ആദ്യകാലത്തിന് ഏത് പേരിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? സാഹിത്യകാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഈ 4 കാലങ്ങളുടെ നാമകരൺ ആര് പറഞ്ഞു എന്ന് തെറ്റാതെ പഠിക്കണം നമ്മളത്. അപ്പൊ ഗദ്യകാലം എന്ന് പറഞ്ഞത് ആരാണ്? രാമചന്ദ്ര ശുക്ലയാണ്. വർത്തമാനകാലം എന്ന് പറഞ്ഞത് ആരാണ്? വിശ്വബന്ധു ആണ് പറഞ്ഞത്. സാഹിത്യകാലം എന്ന് പറഞ്ഞത് ആരാണ്? പൃഥ്വിനാഥ് കമൽ കുൽശ്രേഷ്ഠ ആണ് പറഞ്ഞത്. അതുപോലെ ആധുനിക കാലം എന്ന് പറഞ്ഞത് ആരാണ്? രാംകുമാർ വർമ്മ, ഗണപതി ചന്ദ്രഗുപ്ത്, ഹസാരി പ്രസാദ് ദ്വിവേദി. ഇനി ആദ്യകാൽ के कितने अंगों में बांटा गया है? ഇനി ആധുനിക കാലത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ആധുനിക കാലത്തിനെ 6ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. 6ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗ്, ഛായാവാദി യുഗ്, छायावादी युग, प्रगतिवादी युग, प्रयोगवादी युग, प्रगतिवादी युग और प्रयोगवादी युग, नई कविता, अब तक की युग, ഇപ്പോ വരെയുള്ള കാലഘട്ടം. അപ്പൊ ഭാരതേന്ദു യുഗ് എന്ന് പറയുന്നത് 1850 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തെയാണ് ഭാരതേന്ദു യുഗ് എന്ന് പറയുന്നത്. ഈ ദ്വിവേദി യുഗ് എന്ന് പറയുന്നത് 1900 മുതൽ 1920 വരെയുള്ള കാലഘട്ടം ആണ് ദ്വിവേദി യുഗ് എന്ന് പറയുന്നത്. ഛായാവാദ യുഗ് എന്ന് പറയുന്നത് 1920 മുതൽ 1936 വരെയുള്ള കാലഘട്ടത്തെയാണ്. പ്രഗതിവാദി യുഗ് എന്ന് പറയുന്നത് 1936 മുതൽ 1943 വരെയുള്ള കാലഘട്ടത്തെയാണ്. പ്രയോഗവാദം എന്ന് പറയുന്നത് 1943 മുതൽ 1960 വരെ നിലനിന്നിരുന്ന കാലഘട്ടത്തെയാണ് പ്രയോഗവാദം എന്ന് പറയുന്നത്. നൈ കവിത എന്ന കാലഘട്ടം 1600 മുതൽ അബ് തക് കി യുഗ്, ഇപ്പോ വരെയുള്ള യുഗത്തെയാണ് നൈ കവിത എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ആധുനിക കാലത്തിലെ ആദ്യത്തെ യുഗമാണ് എന്ത്? ഭാരതേന്ദു യുഗ്. നമുക്ക് ഭാരതേന്ദു യുഗിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. ഈ ഭാരതേന്ദു യുഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1857 മുതൽ 1900 വരെ നിലനിന്നിരുന്ന കാലഘട്ടം. ചിലര് അത് കുറെ അതിനെ പറ്റിയിട്ട് ഈ കാലത്തെ പറ്റിയിട്ട് കുറെ പല പ്രമുഖരും പല ഇയേഴ്സ് ആണ് പറയുന്നത്. അതായത് ചിലവര് 1850 എന്ന് പറയുന്നു, ചിലവര് 1857 എന്ന് പറയുന്നതായിട്ടും കാണാം. അപ്പൊ ഭാരതേന്ദു യുഗം എന്ന് പറഞ്ഞാൽ 1950 ശേഷം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഭാരതേന്ദു യുഗം എന്ന് പറയുന്നത് ട്ടോ. ഈ ഭാരതേന്ദു യുഗത്തില് ഭാരതേന്ദു യുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭാരതീയ യുഗിന്റെ മറ്റൊരു പേരാണ് പുനർജാഗരൺ കാൽ എന്ന് പറയും. ഭാരതേന്ദു യുഗിന്റെ മറ്റൊരു പേരാണ് എന്ത്? പുനർജാഗരൺ കാൽ എന്നറിയപ്പെടുന്നത്. 1857 മുതൽ 1900 വരെ നിലനിന്നിരുന്ന കാലഘട്ടം. ഭാരതേന്ദു യുഗ് के ഹിന്ദി ഗദ്യ കാ സർവപ്രഥം യുഗ് മാനാ ജാതാ ഹെ. ഈ ഭാരതേന്ദു യുഗമാണ് ഹിന്ദി ഗദ്യത്തിന്റെ സർവപ്രഥം യുഗമായിട്ട് കണക്കാക്കുന്നത്. ആചാര്യ രാമചന്ദ്ര ശുക്ലാനെ ആധുനിക് കാൽ കോ ഗദ്യകാൽ കഹാ ഹെ. ആചാര്യ രാമചന്ദ്ര ശുക്ലയാണ് എന്ത് പറഞ്ഞത്? ഗദ്യകാലം എന്ന്, അതായത് ആദ്യകാലിനെ ഗദ്യകാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ हिंदी के क्षेत्र में भारतेंदु हरिश्चंद्र के महत्वपूर्ण योगदान के कारण ही हम युग को ഭാരതേന്ദു യുഗ് നാം ദിയാ ഗയാ ഹെ. അതായത് നമ്മൾ പറഞ്ഞു ഹരിശ്ചന്ദ്ര ഭാരതേന്ദു അദ്ദേഹത്തിന്റെ മഹത്വപൂർണമായ യോഗ്ദാനങ്ങൾ കാരണമാണ് ഈ യുഗത്തിന് ഭാരതേന്ദു യുഗം എന്ന പേര് വന്നത്. അതുപോലെ തന്നെ इस युग में गद्य एवं काव्य दोनों शैलियों में साहित्य का सृजन हुआ है. ഈ കാലഘട്ടത്തിൽ എന്താണ്? ഗദ്യ ഏവം
काव्य दोनों शैलियों में साहित्य का सृजन हुआ था। हरीशचंद्र जी को प्रथम नाटककार, प्रथम निबंधकार, प्रथम आलोचक एवं प्रथम पत्रकार माना जाता है। हरिश्चंद्र जी ने प्रथम नाटककार, प्रथम निबंधकार, प्रथम आलोचक एवं प्रथम पत्रकार माना जाता है. അതായത് അദ്ദേഹമാണ് ആദ്യത്തെ നാടകക്കാരെന്നും നിബന്ധക്കാരെന്നും ആലോചകെന്നും അതുപോലെ പത്രകാരമെന്നുമുള്ള രീതിയിൽ പറയുന്നത്. ഇനി രംഗമഞ്ച് കാ ജനക് ബി कहा जाता है. रंगमंच का നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഹിന്ദി രംഗമഞ്ച് കാ ജനക് കോൺ ഹെ? ആരാണ് ആൻസർ വരിക? ഹരീഷ് ചന്ദ്ര അല്ലെ? നമ്മുടെ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ആണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ അതും ഒന്ന് ഓർത്ത് വെക്കുക. ഭാരതേന്ദു ജിക്കോ പിന്നെന്താ ഹിന്ദി ഗദ്യക ജനക്, ഹിന്ദി ഗദ്യത്തിന്റെ ജനക് എന്നും അല്ലെങ്കിൽ പിതാമഹ് എന്നും, ഹിന്ദി ഗദ്യക ജനക് അല്ലെങ്കിൽ പിതാമഹ് എന്നും അറിയപ്പെടുന്നത് ആരാണ്? ഭാരതേന്ദുജി ആണ്. അതുപോലെ ഉൻഹോനെ റസ നാം സെ ഉർദുമേ കവിതായെ ലിഖ്തേ थे. അദ്ദേഹം റസ എന്നുള്ള ഉപനാമത്തിലാണ് ഉറുദുവിൽ കവിതകൾ എഴുതിയിരുന്നത്. इस युग के साहित्यकारों ने गद्य के लिए गढ़ी बोली व काव्य के लिए ब्रज भाषा को अपनाया. അതായത് ഈ യുഗത്തിലെ സാഹിത്യകാരന്മാർ ഗദ്യത്തിന് വേണ്ടി ഗഡി ബോലി ഭാഷ പ്രയോഗിച്ചപ്പോൾ അല്ലെങ്കിൽ ഉപയോഗിച്ചപ്പോൾ കാവ്യത്തിനു വേണ്ടി അവർ ചൂസ് ചെയ്തത് ബ്രജ് ഭാഷയായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഭാരതേന്ദു യുഗിന്റെ മറ്റൊരു പേരാണ് എന്ത്? പുനർജാഗരൺ കാൽ എന്ന് പറയുന്നത്. ഈ പുനർജാഗരൺ കാൽ എന്ന് ചോദിച്ചാൽ എന്താണ്? ഭാരതേന്ദു യുഗ് തന്നെയാണ്. നമ്മുടെ भारतेंदु हरीशचंद्र जी के महत्वपूर्ण योगदान से ही इस काल को भारतेंदु युग नाम पड़ा है. ഇനി ഈ ഭാരതേന്ദു യുഗത്തിലെ നമ്മൾ പറഞ്ഞു ഹിന്ദി ഗദ്യക സർവപ്രഥം യുഗ് മാനാ ജാതാ ഹെ. ഹിന്ദി ഗദ്യത്തിന്റെ സർവപ്രഥമായിട്ടുള്ള യുഗമായി കണക്കാക്കുന്നു. ആചാര്യ രാമചന്ദ്ര ശുക്ലാനെ ആധുനിക കാൽ കോ ഗദ്യകാൽ കഹാ ഹെ. ആദ്യകാലത്തിനെ ഗദ്യകാലം എന്ന് പറഞ്ഞത് ആരാണ്? ആചാര്യ രാമചന്ദ്ര ശുക്ലയാണ്. हिंदी के क्षेत्र में भारतेंदु हरीशचंद्र जी के महत्वपूर्ण योगदान के कारण ही इस युग को भारतेंदु युग नाम पड़ा है. പിന്നെ അതുപോലെ തന്നെയാണ് എന്ത്? इस युग में गद्य एवं काव्य की शैलियों में साहित्य का सृजन हुआ है. ഹരീഷ് ചന്ദ്രജി എന്താണ്? പ്രഥം നാട്ടക്കാരാണ്, നിബന്ധക്കാരാണ്, ആലോചക് ഏവം പത്രക്കാരാണ്. അതുപോലെ ഹിന്ദി സാഹിത്യക അല്ലെങ്കിൽ ഹിന്ദി രംഗമഞ്ച് കാ ജനക് അല്ലെങ്കിൽ ഹിന്ദി ഗദ്യക ജനക് അല്ലെങ്കിൽ പിതാമഹ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഭാരതേന്ദുജി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഭാരതേന്ദുജി ആധുനിക് ഹിന്ദി സാഹിത്യക പിതാമഹ് എന്ന പേരിലും അറിയപ്പെടുന്നു കേട്ടോ. ആധുനിക ഹിന്ദി സാഹിത്യത്തിന്റെ പിതാമഹ് എന്ന പേരിലും ഭാരതേന്ദുജി അറിയപ്പെടുന്നുണ്ട്. അത് നമുക്ക് താഴെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്തതിൽ കാണാം കേട്ടോ. അതുപോലെ ഉറുദുവില് റസ എന്നുള്ള ഉപനാമത്തിലാണ് അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നത്. അപ്പോ ഭാരതേന്ദുജിയുടെ ഉപനാമം ഉറുദുവിൽ ഉപനാമം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസ എന്നുള്ള ഉപനാമമായിരുന്നു കേട്ടോ. പിന്നെ ഈ യുഗത്തില് ഭാരതേന്ദു യുഗത്തിലെ സാഹിത്യകാരന്മാരെന്താണ്? ഗദ്യക്കേലിയെ ഗഡീബോലി, ഗദ്യത്തിനു വേണ്ടി ഗഡീബോലി ഭാഷ യൂസ് ചെയ്തപ്പോൾ കാവ്യത്തിനു വേണ്ടി വ്രജ് ഭാഷയാണ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചത്. നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഭാരതേന്ദു ഹരിശ്ചന്ദ്രജിയെ പറ്റി നോക്കാം. भारतेंदु हरिश्चंद्र जी उनकी जन्म ആളുടെ കാശിയിലാണ് ഉൻകാ ജന്മം हुआ था. അതായത് കാശിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മം ഉണ്ടായത്. 1850 മുതൽ 1870
85 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഭാരതേന്ദുജിയുടെ ജീവിത കാലഘട്ടം. ആധുനിക് ഹിന്ദി സാഹിത്യക്ക് പിതാമഹ്. അപ്പൊ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ് ആധുനിക ഹിന്ദി സാഹിത്യത്തിന്റെ പിതാമഹ്. ആധുനിക ഹിന്ദി സാഹിത്യത്തിന്റെ പിതാമഹ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഭാരതേന്ദുജിയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹിന്ദി ഗദ്യ കാ ജനക് അല്ലെങ്കിൽ പിതാമഹ്. ഹിന്ദി ഗദ്യ കാ ജനക്, രംഗമഞ്ച് കാ ജനക് എന്ന് ചോദിച്ചാലും ആരാണ്? ഭാരതേന്ദുജിയാണ്. അതുപോലെ സർ സുധാനിധി പത്രികാമേം രഘുനാഥിനെ ഹരീഷ് ചന്ദ്രജിക്കോ ഭാരതേന്ദു ഉപാധി ദി ഗയി. അതായത് സർ സുധാനിധി പത്രികയിൽ ഹരീഷ് ചന്ദ്രന് ഭാരതേന്ദു എന്ന പേരിലാണ് ആര്? രഘുനാഥ് സംബോധന ചെയ്തത്. അപ്പോ നമുക്ക് ചോദിക്കാം, രഘുനാഥിന് ഹരീഷ് ചന്ദ്രജിക്ക് ഭാരതേന്ദു എന്ന പേര് നൽകിയത് ആര് അല്ലെങ്കിൽ നൽകിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആരാണ്? രഘുനാഥ് ആണ് ട്ടോ. അപ്പൊ ഏത് പത്രികയിലൂടെയാണ് ആ പേര് അദ്ദേഹത്തിന് കിട്ടിയത്? സർ സുധാനിധി എന്നുള്ള പത്രികയിലൂടെയാണ് ഹരീഷ് ചന്ദ്രന് ഭാരതേന്ദു എന്ന പേര് ലഭിക്കുന്നത്. ആരാണ് ആ പേര് നൽകിയത്? രഘുനാഥ് ആണ് ട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഉറുദുവില് റസ എന്നുള്ള പേരിലായിരുന്നു എഴുതിയിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ശിവപ്രസാദ് സിത്താരെ ഹിന്ദ് ഉൻകാ ശിഷ്യ ഗുരുദേ. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യ ഗുരു ആരായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു? ശിവപ്രസാദ് സിതാരെ ഹിന്ദ് ആയിരുന്നു ഉൻകാ ശിഷ്യ ഗുരു. ലഗ്ഭഗ് 70ഓളം എന്താണ് കാവ്യകൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതും സ്യാദാത്തർ ഏത് ഭാഷയിലായിരുന്നു? വ്രജ് ഭാഷയിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. നമ്മൾ പറഞ്ഞു ഹരീഷ് ചന്ദ്രജിയുടെ സമയസീമ എന്ന് പറയുന്നത് 1850 മുതൽ 1885 വരെയുള്ള ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ആള് ജീവിച്ചിരുന്ന കാലഘട്ടം. കാശിയിലായിരുന്നു ആളുടെ ജനനം ഉണ്ടായത്. ആധുനിക ഹിന്ദി സാഹിത്യത്തിന്റെ പിതാമഹൻ എന്നറിയപ്പെടുന്നു. സർ സുധാനിധി പത്രികയിലൂടെയാണ് അദ്ദേഹത്തിന് ഭാരതേന്ദു എന്ന പേര് ലഭിക്കുന്നത്. ആ പേര് നൽകിയത് രഘുനാഥ് ആണ്. ഉറുദുവില് റസ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. ശിവപ്രസാദ് സിത്താരെ ഹിന്ദ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യഗുരു. പിന്നെ ലഗ്ഭഗ് 70ഓളം കാവ്യകൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂടുതലായും ബ്രജ് ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇനി ഭാരതേന്ദു യുഗീൻ കവിയാം. ഇനി ഭാരതേന്ദു യുഗത്തിലെ പ്രധാനപ്പെട്ട കവികളെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഭാരതേന്ദു യുഗത്തിലെ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭാരതേന്ദു യുഗിൻ പ്രമുഖ കവി ഏവം ഉൻകി രചനായും. നമ്മൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ടത് ആരാണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആരാണ് ഈ യുഗത്തില്? ഭാരതേന്ദു തന്നെയാണ്. ഭാരതേന്ദു ഹരീഷ് ചന്ദ്രജി തന്നെയാണ്. ഭാരതേന്ദു ഹരീഷ് ചന്ദ്രജി, പ്രതാപ് നാരായൺ മിശ്ര, ബദ്രി നാരായൺ ചൗധരി, अंबिका दत्त व्यास, राधा कृष्ण दास, ठाकुर जगमोहन सिंह, राधा कृष्ण दास, अंबिका दत्त व्यास, बद्री नारायण चौधरी, प्रताप नारायण मिश्रा, भारतेंदु हरीश चंद्र. ഇനി നമുക്ക് ഇപ്പൊ ഒരു 6 പ്രമുഖരായിട്ടുള്ള കവികളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവരുടെ രചനകളെ ഒന്ന് നമുക്ക് നോക്കാം. പ്രമുഖ രചനകൾ. ഭാരതേന്ദുജി നമ്മൾ പറഞ്ഞു 70ഓളം കാവ്യകൃതികൾ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതില് പ്രധാനപ്പെട്ടതാണ് ഇവിടെ തന്നിരിക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓരോ റൈറ്റേഴ്സിന്റെയും കൃതികൾ ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഭാരതേന്ദുജിയുടെ കൃതികൾ നോക്കാം.
പ്രമുഖ രചനകൾ നമുക്ക് നോക്കാം. ഭാരത് ദുദർശ, അന്തേർ നഗരി, ഭാരത് വർഷോന്നതി കേസി ഹോ, നീൽ ദേവി, സത്യ ഹരിശ്ചന്ദ്ര, വിനയ് പ്രേം 50, പ്രേം പ്രലാപ്, പ്രേം ഫുൽവാരി, പ്രേം സരോവർ, വിദ്യാസുന്ദർ. ഈ വിദ്യാസുന്ദർ ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ് കേട്ടോ. അല്ലെങ്കിൽ ബംഗ്ലാ ഭാഷയിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനയാണ് എന്ത്? വിദ്യാസുന്ദർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഭാരതേന്ദു ഹരിശ്ചന്ദ്രജിയുടെ പ്രമുഖ രചനായെ ഭാരത് ദുദർശ, അന്തേർ നഗരി, ഭാരത് വർഷോന്നതി कैसे हो, नील देवी, सत्य हरिश्चंद्र, विनय प्रेम 50, प्रेम प्रलाप, प्रेम फुलवारी, प्रेम सरोवर, വിദ്യാസുന്ദർ അദ്ദേഹത്തിന്റെ ബംഗാൾ ഭാഷയിൽ എഴുതിയിട്ടുള്ള രചനയാണ്. ഇനി നമുക്ക് അടുത്ത കവിനെ പറ്റി നോക്കാം. പ്രതാപ് നാരായൺ മിശ്ര. അടുത്ത ആളാണ് പ്രതാപ് നാരായൺ മിശ്ര. ഈ പ്രതാപ് നാരായൺ മിശ്രയുടെ പ്രധാനപ്പെട്ട രചനകൾ നമുക്കൊന്ന് നോക്കാം. പ്രേം പുഷ്പാവലി, ശൃംഗാർ വിലാസ്, രസ്ഗാൻ ശതക്, ഹട്ടി ഹമീർ, മൻ കി ലഹർ. പ്രതാപ് നാരായൺ മിശ്രയുടെ പ്രധാനപ്പെട്ട രചനകൾ പ്രേം പുഷ്പാവലി, ശൃംഗാർ വിലാസ്, രസ്ഗാൻ ശതക്, ഹട്ടി ഹമീർ, മൻ കി ലഹർ. ഇനി അടുത്ത രചനാകാരാണ് ബദ്രി നാരായൺ ചൗധരി. അദ്ദേഹത്തിന്റെ ഉപനാമം അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഏതാണ്? പ്രേംഗൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ പ്രേംഗൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ബദ്രി നാരായൺ ചൗധരി ആണ് കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ നമുക്ക് നോക്കാം. ഭാരത് ഭാഗോദയ് വർഷബിന്ദു ആണ്. നമ്മൾ പറഞ്ഞു ഈ പ്രേംഗൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഷോർട്ട് നെയിം ആണെന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം ഉറുദുവിൽ കവിതകൾ എഴുതിയിരുന്ന വേറൊരു പേരിലായിരുന്നു. അബ്ര എന്ന ഉപനാമത്തിലാണ് ഉറുദുവിൽ അദ്ദേഹം കവിതായം ലിഖ്തേ. അതായത് പ്രേംഗൻ അബ്ര ഉപനാം സേ ഉറുദു മേം കവിതായം ലിഖ്തേ. അപ്പോ ബദ്രി നാരായൺ ചൗധരി അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് എന്ത്? അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് പ്രേംഗൻ. അദ്ദേഹം ഉറുദുവിൽ എഴുതിയിരുന്ന പേരെന്താണ്? അബ്ര എന്ന ഉറുദു നാമത്തിലാണ് അദ്ദേഹം കവിതകൾ രചിച്ചിരുന്നത്. ഇനി അംബിക ദത്ത് വ്യാസിന്റെ പവാസ് 50, സുകവി 27, ഹോ ഹോരി. അംബിക വ്യാസിന്റെ പവാസ് 50, സുകവി 27, ഹോ ഹോരി. ഇനി അടുത്തത് രാധാകൃഷ്ണദാസിന്റെ ഭാരത് ബാരാമാസ, ദേശ് ദശ, കംസവത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാധാകൃഷ്ണജിയുടെ അധൂരമായിട്ടുള്ള ഒരു രചനയാണ്. അപ്പൊ രാധാകൃഷ്ണജിയുടെ അധൂരമായ രചന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കംസവത് ആണ് അധൂരമായിട്ടുള്ള രചന കേട്ടോ. ഇനി ഠാക്കൂർ ജഗ്മോഹൻ സിംഗ്, ദേവയാനി, ശ്യാമലത, ശ്യാം സരോജിനി, ദേവയാനി. ഠാക്കൂർ ജഗ്മോഹൻ സിംഗിന്റെ രചനകളാണ് ദേവയാനി, ശ്യാമലത, ശ്യാമ സരോജിനി. അപ്പൊ പ്രമുഖരായിട്ടുള്ള ഈ ഭാരതേന്ദു യുഗത്തിലെ പ്രമുഖരായിട്ടുള്ള കവികളാണ് ആരൊക്കെ? ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രതാപ് നാരായൺ മിശ്ര, ബദ്രി നാരായൺ ചൗധരി, അംബികാദത്ത് വ്യാസ്, രാധാകൃഷ്ണദാസ്, ഠാക്കൂർ ജഗ്മോഹൻ സിംഗ്. ഇനി നമുക്ക് നോക്കാം
നമ്മൾ പറഞ്ഞു ആധുനിക കാലത്തിനെ ഒരു 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ആദ്യത്തേതാണ് ഭാരതേന്ദു യുഗ്. ഇനി രണ്ടാമത്തെയാണ് ദ്വിവേദി യുഗ്. ദ്വിവേദി യുഗ് എന്ന് പറയുന്നത് 1900 മുതൽ 1918 വരെ നിലനിന്നിരുന്ന കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? ദ്വിവേദി യുഗ് എന്ന് പറയുന്നത് ട്ടോ. ഈ ദ്വിവേദി യുഗ് എന്ന പേര് വരാനും കാരണം എന്താണ്? നമ്മുടെ മഹാവീർ പ്രസാദ് द्विवेदी ജിയുടെ महत्वपूर्णമായിട്ടുള്ള योगदान के कारण ही इस युग को द्विवेदी युग नाम पड़ा है. ഈ യുഗത്തിനും ദ്വിവേദി യുഗ് എന്ന പേര് വരാൻ കാരണം ഇദ്ദേഹത്തിന്റെ യോഗ്ദാനങ്ങൾ മൂലമാണ് ട്ടോ. അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാം ദ്വിവേദി യുഗ്. നമ്മൾ പറഞ്ഞു 1900 മുതൽ 1918 വരെ നിലനിന്നിരുന്ന കാലഘട്ടം. മഹാവീർ പ്രസാദ് द्विवेदी जी के नाम पर इस युग का नाम द्विवेदी युग पड़ा है. അതുപോലെ ഹിന്ദി കഹാനിയോ കാ വാസ്തവിക് വികാസ് द्विवेदी युग से ही शुरू हुआ था. നമ്മൾ പറഞ്ഞു ഹിന്ദി ഗദ്യത്തിന്റെ പ്രഥമമായ ഒരു വികാസമായിരുന്നു ഭാരതീയ യുഗത്തിൽ ഉണ്ടായത് എങ്കിൽ ഹിന്ദി കഹാനിയുടെ വാസ്തവികമായ ഒരു വികാസം ഏത് യുഗത്തിലായിരുന്നു? ദ്വിവേദി യുഗത്തിലായിരുന്നു ഉണ്ടായത് ട്ടോ. ഇനി നമുക്ക് ഈ ദ്വിവേദി യുഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കവികളെ പറ്റി നോക്കാം. श्रीधर पाठक, महावीर प्रसाद द्विवेदी, अयोध्या सिंह उपाध्याय हरियावदा, जगन्नाथ दास रत्नाकर, राय देवी पूर्ण, रामचंद्रिका उपाध्याय सत्यनारायण कविरत्न, गंगा प्रसाद शुक्ला सनेही, मैथिली शरण गुप्त, राम नरेश त्रिपाठी, वियोगी हरि, राम नरेश त्रिपाठी, मैथिली शरण गुप्त, गंगा प्रसाद शुक्ला सनेही, सत्यनारायण कविरत्न, रामचरित उपाध्याय, राम देवी पूर्ण, जगन्नाथ दास रत्नाकर, अयोध्या सिंह उपाध्याय हरियावदा, മഹാവീർ പ്രസാദ് ദ്വിവേദി, ശ്രീധർ പാഠക് ഇവരെല്ലാമാണ് ഈ യുഗത്തിലെ പ്രധാനപ്പെട്ട കവികൾ. ഇനി നമുക്ക് നോക്കാം. ഇതില് പേര് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആർക്കും ഉണ്ട്? മഹാവീർ പ്രസാദ് ദ്വിവേദിക്കും ഉണ്ട്. അപ്പൊ നമുക്ക് മഹാവീർ പ്രസാദ് द्विवेदी ജിയെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. महावीर प्रसाद द्विवेदी जी उनका जन्म 1864 അദ്ദേഹത്തിന്റെ ജനനം. സരസ്വതി പത്രിക का प्रकाशन 1900 ആരംഭ हुआ था. സരസ്വതി പത്രികയുടെ സമ്പാദകനായിരുന്നു 1903 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിലെ സരസ്വതി പത്രികയുടെ സമ്പാദകൻ ആരായിരുന്നു? മഹാവീർ പ്രസാദ് ആണ്. അപ്പൊ ഈ സരസ്വതി പത്രിക പ്രകാശനം ചെയ്ത വർഷം അല്ലെങ്കിൽ ആരംഭിതമായ വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1900 ആണ് ട്ടോ. പറഞ്ഞു ഉൻകാ ജനം, അദ്ദേഹത്തിന്റെ ജനനം 1864 സരസ്വതി പത്രികയുടെ പ്രകാശനം ഉണ്ടായ വർഷം അല്ലെങ്കിൽ ആരംഭിച്ച വർഷം 1900 ആണ്. ഉൻഹോനെ 1903 തൊട്ട് 1920 വരെയുള്ള കാലഘട്ടത്തിലെ സരസ്വതി പത്രികയുടെ സമ്പാദകരായിരുന്നു മഹാവീർ പ്രസാദ് द्विवेदी ജി ആയിരുന്നു ട്ടോ. ഇനി മഹാവീർ പ്രസാദ് द्विवेदी ജി एक निबंधकार के रूप में അദ്ദേഹം ഒരു നിബന്ധകാരനാകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പറഞ്ഞു ലോർഡ് ബേക്കൺ, അതായത് ലോർഡ് ബേക്കന്റെ നിബന്ധോं आदर्श निबंध मानते हुए उनके निबंधों का हिंदी अनुवाद बेकन विचार രത്നാവലി കെ നാം സെ കിയാ ഹെ. അദ്ദേഹം, അതായത് നമ്മുടെ ലോർഡ് ബേക്കന്റെ നിബന്ധങ്ങളെ ആദർശം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ആ നിബന്ധങ്ങളെയൊക്കെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് ആരായിരുന്നു? നമ്മുടെ മഹാവീർ
പ്രസാദ് ദ്വിവേദി ആയിരുന്നു ചെയ്തിരുന്നത്. അദ്ദേഹം ഏത് പേരിലായിരുന്നു ആ നിബന്ധകൾ അനുവാദം ചെയ്തിരുന്നത്? ബേക്കൻ വിചാർ രത്നാവലി എന്നുള്ള പേരിലായിരുന്നു. നമ്മുടെ മഹാവീർ പ്രസാദ് ജി അനുവാദം നടത്തിയ നിബന്ധങ്ങൾക്ക് നൽകിയ പേരെന്തായിരുന്നു? ബേക്കൻ വിചാർ രത്നാവലി. പിന്നെ അദ്ദേഹത്തിന്റെ നമ്മുടെ ദ്വിവേദിജിയുടെ നിബന്ധ സംഗ്രഹങ്ങളെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? രസജ്ഞ രഞ്ജൻ എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ നിബന്ധോങ്ക സംഗ്രഹം അറിയപ്പെട്ടിരുന്നത്. പറഞ്ഞു ഈ ലോർഡ് ബേക്കന്റെ നിബന്ധങ്ങൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് ദ്വിവേദിജി ആയിരുന്നു. അത് ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? ബേക്കൻ വിചാർ രത്നാവലി എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മഹാവീർ പ്രസാദ് ദ്വിവേദിജിയുടെ നിബന്ധ സംഗ്രഹങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് രസജ്ഞ രഞ്ജൻ. ഇനി അദ്ദേഹത്തിന്റെ പ്രമുഖമായ നിബന്ധകൾ കേട്ടോ. സാമ്പത്തികശാസ്ത്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിബന്ധമാണ്. സാമ്പത്തികശാസ്ത്ര, लेखांजलि, नाट्यशास्त्र, कालिदास के समय का भारत, दंडदेव का आत्मनिवेदन, भाषा और व्याकरण, कवि और कविता, महावीर माघ का भारत, महावीर माघ का प्रभात वर्णन, दमयंती का चंद्रपाल्म, म्युनिसिपैलिटी के कारनामे, सुधापरद, ജനകസ്യ ദണ്ഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ നിബന്ധങ്ങളാണ്. അതിൽ സാമ്പത്യശാസ്ത്ര, नाट्यशास्त्र, कालिदास के समय का भारत, भाषा और व्याकरण, कवि और कविता, महाकवि माघ का प्रभात वर्णन, म्युनिसिपालिटी के कारनामे കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി അദ്ദേഹം ശുക്ലാനെ महावीर प्रसाद द्विवेदी जी के निबंधों को എന്ത് ബാത്തോങ്ക സംഗ്രഹ കഹാ ഹെ. ആരാണ് മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ നിബന്ധങ്ങളെ ബാത്തോങ്ക സംഗ്രഹ എന്ന് പറഞ്ഞത്? നമ്മുടെ ശുക്ലാജിയാണ് കേട്ടോ. शुक्लाजी ने महावीर प्रसाद द्विवेदी जी के निबंधों को बातों का संग्रह कहा है. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പറഞ്ഞു സരസ്വതി പത്രികയെ പറ്റി നമ്മൾ പറഞ്ഞു. 1903 മുതൽ 1920 വരെ സരസ്വതി പത്രികയുടെ പ്രവർത്തകനായിരുന്നു ആര്? നമ്മുടെ മഹാവീർ പ്രസാദ് ദ്വിവേദിജി. അപ്പോ അദ്ദേഹം 1908 उन्होंने सरस्वती पत्रिका में कवियों की ऊर्मल विषय का ഉദാസീനത നാമക് ഏക് ലേഖൻ ലിഖ. അദ്ദേഹം 1908 സരസ്വതി പത്രികയിൽ കവികളുടെ ഊർമിൾ വിഷയ്ക്ക് ഉദാസീനത എന്ന പേരിൽ ഒരു ലേഖനം അദ്ദേഹം എഴുതി. ആ ലേഖനം എന്ന വിഷയത്തെ പറ്റി ഒരു ലേഖനം എഴുതി. അതായത് ഊർമിൾ വിഷയ്, കവിയോങ്കി ഊർമിൾ വിഷയ്ക്ക ഉദാസീനത എന്ന വിഷയത്തിൽ അദ്ദേഹം ഒരു ലേഖനം 1908 സരസ്വതി പത്രികയിൽ എഴുതി. ആ ലേഖനം എഴുതിയ പേരെന്തായിരുന്നു? ഭുജംഗഭൂഷൺ ഭട്ടാചാര്യ. ആ ലേഖനത്തിന്റെ പേരാണ് ഭുജംഗഭൂഷൺ ഭട്ടാചാര്യ കേട്ടോ. ഭുജംഗഭൂഷൺ ഭട്ടാചാര്യ ആരാ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? മഹാവീർ പ്രസാദ് ദ്വിവേദി. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പേര് കൂടിയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഭുജംഗഭൂഷൺ ഭട്ടാചാര്യ. ഈ ഭുജംഗഭൂഷൺ ഭട്ടാചാര്യ
അപ്പൊ നമുക്ക് ചോദിക്കാം, ഈ ഭുജംഗഭൂഷൺ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? മഹാവീർ പ്രസാദ് ദ്വിവേദി തന്നെയാണ് കേട്ടോ. അദ്ദേഹം 1908 എന്ത് 1908 അദ്ദേഹം സരസ്വതി പത്രികയിൽ കവിയോങ്കി ഊർമൽ വിഷയിക്ക ഉദാസീനത നാമക് ലേഖൻ ലിഖ. ആ ലേഖനത്തിന്റെ പേരെന്തായിരുന്നു? ആ ലേഖനത്തിന്റെ പേരാണ് ഭുജംഗഭൂഷൺ ഭട്ടാചാര്യ. ഭുജംഗഭൂഷൺ ഭട്ടാചാര്യ എന്ന പേരിലും അറിയപ്പെടുന്നതാണ് മഹാവീർ പ്രസാദ് ദ്വിവേദി. അപ്പൊ ഈ ഉപന്യാസങ്ങൾ, ഈ നിബന്ധ്, അന്യ നിബന്ധ്, ഈ നിബന്ധങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിബന്ധങ്ങൾ പറഞ്ഞു. സാമ്പത്യശാസ്ത്ര എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കുക, അത് നന്നായി പഠിക്കാൻ ശ്രമിക്കുക. സാമ്പത്യശാസ്ത്ര, നാട്യശാസ്ത്ര, कालिदास के समय का भारत, भाषा और व्याकरण, कवि और कविता, महावीर मार्ग का प्रभात वर्णन, മുനിസിപ്പാലിറ്റി के कारनामे. ഈ പേരുകൾ എല്ലാം, ഈ തന്നിരിക്കുന്നതെല്ലാം നമുക്ക് ചിലപ്പോൾ ഓർമ്മ നിന്നു എന്ന് വരില്ല. അപ്പൊ ഇത്രയും ഉള്ളത് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതൊന്ന് എടുത്ത് പറഞ്ഞത് നന്നായി ഓർത്ത് വെക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ബാക്കി നമ്മൾ 6 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 6 ക്ലാസിഫിക്കേഷനിൽ നമ്മളിപ്പോ ആദ്യകാലം എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ആദ്യകാലിന് ശേഷം ആദ്യകാലിനെ ഒരു 6 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 6 ക്ലാസിഫിക്കേഷനിൽ ഭാരതീയ യുഗം എന്താന്ന് പറഞ്ഞു, ദ്വിവേദി യുഗം എന്താന്ന് പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഛായാവാദ തൊട്ടിട്ടുള്ള യുഗങ്ങളെ പറ്റി പഠിക്കാം, ചർച്ച ചെയ്യാം. അപ്പൊ താങ്ക് യു.